നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ട് ക്രമക്കേട് വിവാദത്തിൽ മൗനം തുടർന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട്. CPM ഓഫീസ് മാർച്ചിനിടെയുണ്ടായ കല്ലേറിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിനു നേരെയുണ്ടായ CPM ആക്രമണത്തെ അപലപിച്ച് ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. വോട്ട് കൊള്ള തെളിയിക്കാൻ വെല്ലുവിളിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരള പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജനസൗഹൃദപരമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റപ്പാലത്തും ചിറ്റൂരിലും പുതിയ പോലീസ് ക്വാർട്ടേഴ്സുകൾ, കൊപ്പത്ത് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഭിക്ഷാടനം നിരോധിച്ച രാജ്യത്ത് സർക്കാർ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കരാറുകാർക്ക് തുക ലഭിക്കാൻ യാചിക്കേണ്ട സ്ഥിതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചെയ്യാത്ത പ്രവൃത്തിയുടെ കോടികൾ മുൻകൂറായി കയ്യിൽ വയ്ക്കാൻ കഴിയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം. പാലക്കാട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ താലൂക്ക് വാർഷിക പൊതുയോഗം. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ട്രംപിന്റെ നികുതി പരിഷ്കരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കീഴ്പ്പെട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ തരിപ്പണമാക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായി ഇന്ത്യയെ മാറ്റാനാണ് ട്രംപിന്റെ ശ്രമമെന്നും A. തങ്കപ്പൻ. കേന്ദ്ര തീരുവ നയത്തിനെതിരെ പാലക്കാട്ട് UDF അനുകൂല ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ ധർണ. മണൂർ പള്ളിപ്പടി കിഴക്കുംപുറം പള്ളിത്തറ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന ആക്ഷേപം. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. വോട്ട് ക്രമക്കേട് വിവാദങ്ങളിൽ മൗനം തുടർന്ന കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്നായിരുന്നു തൃശൂരിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൽ രാവിലെ 9:30യോടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമാണ് BJP പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. വോട്ട് ക്രമക്കേടും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമടക്കമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ഇത്രയും സഹായിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്നും സുരേഷ് ഗോപിയുടെ പരിഹാസം. തുടർന്ന് CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലെ സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തി അദ്ദേഹം കണ്ടു. പിന്നാലെ ക്യാമ്പ് ഓഫീസിലേക്കും മന്ത്രി എത്തി. അല്പസമയത്തിന് ശേഷം കൊച്ചിയിലേക്ക്. CPM കരിയോയിലൊഴിച്ച ക്യാമ്പ് ഓഫീസിലെ ബോർഡിൽ BJP പ്രവർത്തകർ പൂമാലയിടുകയും ചെയ്തു. CPM ഓഫീസ് മാർച്ചിനിടെ ഉണ്ടായ കല്ലേറിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയതിൽ പ്രതിഷേധിച്ച് CPM വൈകിട്ട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഡോക്ടറേറ്റുള്ളവരാണ് CPMകാരെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ MP ഓഫീസിന് നേരെയുണ്ടായ CPM ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്ത് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു P. വേണുഗോപാൽ.
ബൂത്ത് പിടിച്ചെടുക്കലിലും കള്ളവോട്ട് ചേർക്കുന്നതിലും ഏറ്റവും കഴിവ് തെളിയിച്ചവർ CPM ആണെന്ന് പി വേണുഗോപാലൻ പറഞ്ഞു. പോലീസ് സംരക്ഷണത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതും പോലീസിനെ കൊണ്ട് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിന്റെ തല അടിച്ചുപൊട്ടിച്ചതും നീതീകരിക്കാനാകില്ല. 3 തവണ അധികാരത്തിൽ വരാതിരുന്നതോടെ കോൺഗ്രസിനും രാഹുലിനും സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും പി വേണുഗോപാൽ പറഞ്ഞു. ബൂത്തുകൾ കയ്യേറി കള്ളവോട്ട് ചെയ്യുന്നതിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മാർക്സിസ്റ്റ് പാർട്ടി. കണ്ണൂരടക്കമുള്ള പ്രദേശങ്ങളിൽ, കണ്ണൂരടക്കമുള്ള നാടുകളിൽ അവിടെ ബൂത്തുകൾ പിടിച്ച് അവിടെ മറ്റൊരു രാഷ്ട്രീയക്കാരന് വോട്ട് ചെയ്യാൻ പറ്റാതെ കള്ളവോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് സുരേഷ് ഗോപി കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന്. എന്താ സാർ കള്ളവോട്ട്? കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വോട്ട്. ഒന്നുകിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൂത്ത് കയ്യേറി വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യണം. ഒരു വ്യക്തിക്ക് ആ വ്യക്തി തൃശ്ശൂരാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുകയും അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്താൽ അതെങ്ങനെ കള്ള വോട്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പിടിച്ചു. എനിക്ക് സത്യത്തിൽ മാധ്യമങ്ങളോട് പുച്ഛം തോന്നുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുക. BJP ജില്ലാ ജനറൽ സെക്രട്ടറി B മനോജ് സ്വാഗതം പറഞ്ഞു. പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി, വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, സെക്രട്ടറി AP പ്രസാദ്, ജില്ലാ നേതാക്കളായ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, CS ദാസ്, KR രജിത, P സത്യഭാമ, N മണികണ്ഠൻ, K പ്രസാദ്, മോർച്ച സംസ്ഥാന നേതാക്കളായ പ്രമോദ് കുമാർ കുഞ്ഞുകുട്ടൻ, സോഷ്യൽ മീഡിയ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത്, മണ്ഡലം നേതാക്കളായ സുമേഷ് ചീരാത്തൊടി, KR രഞ്ജിത്ത്, A സ്വരൂപ്, KP കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയ ലക്ഷ്മി തിയേറ്ററിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി SBIക്ക് മുന്നിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വോട്ട് കൊള്ള തെളിയിക്കാൻ വെല്ലുവിളിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തൃശൂരിൽ 60,000 കള്ളവോട്ട് ചേർത്തു എന്നാണ് UDFും LDFും പ്രചരിപ്പിക്കുന്നത്. ആ സമയത്ത് ഇവർ എന്ത് നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നാടകവുമായി വരികയാണ്. കന്യാസ്ത്രീ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും K സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDFിനോടും UDFിനോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPMഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDFിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. കേരള പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജനസൗഹൃദപരമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റപ്പാലം ട്രാഫിക് പോലീസ് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് കോമ്പൗണ്ടിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സിന്റെയും ചിറ്റൂർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനവും കൊപ്പം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 9 വർഷക്കാലമായി പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ പോലീസ് സ്റ്റേഷനുകളുടെ സങ്കല്പം ഇന്ന് പൂർണ്ണമായും മാറി. ഇപ്പോൾ പരാതിയുമായി എത്തുന്നവർക്ക് ഇരിപ്പിട സൗകര്യവും സഹായത്തിനായി ഹെൽപ്പ് ഡെസ്കും ലഭ്യമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാങ്കേതികവിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും കേരള പോലീസ് മികച്ചു നിൽക്കുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ സേനയുടെ ഭാഗമായത് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. ഇത് പുതുതലമുറ തട്ടിപ്പുകൾ പോലും ഫലപ്രദമായി തടയാൻ സഹായിക്കുന്നു. കേരള പോലീസിന് ജനസൗഹൃദ മുഖം നൽകാൻ സാധിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ്. കുറ്റാന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ പോലീസിന് സ്വതന്ത്രവും നീതിയുക്തവുമായ നിയമം നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. സാമൂഹ്യവിരുദ്ധ ശക്തികളെയും ലഹരി മാഫിയയെയും ചെറുക്കുന്നതിനും വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും പോലീസും ജനങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ നിതാന്തമായ ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാകുന്ന
ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ചിറ്റൂർ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം USQ ക്വാർട്ടേഴ്സ് കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷനായിരുന്നു. കൊപ്പം പോലീസ് സ്റ്റേഷൻ കെട്ടിട ശിലാസ്ഥാപന ചടങ്ങിൽ MLA മുഹമ്മദ് മോസിൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പള്ളിപ്പടി കിഴക്കമ്പുറം പള്ളിത്തറ റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖിന്റെ നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡിൽ കിഴക്കുംപുറം വലിയ പള്ളിക്ക് സമീപമാണ് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയെന്നാണ് മെമ്പറുടെ വിശദീകരണം. ഇവിടെ വീതി കുറവായ സ്ഥലമാണ്. പള്ളിയിലെത്തുന്നവർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ഇവിടെ വഴി നടന്നു പോകാൻ പ്രയാസമാണെന്നും പള്ളി ഗേറ്റിനൊപ്പം റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. പഞ്ചായത്തിലെ ഈ വലിയ പള്ളിയുടെ ഭാഗത്ത് ജുമാ നിസ്കാര സമയത്ത് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പോലും സൗകര്യമില്ലാത്ത രീതിയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ പഞ്ചായത്തുകാർ. അപ്പോൾ ഇവിടെ നടക്കുന്നത് സമയബന്ധിതമായി മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും മെയിൻ്റനൻസ് വർക്കുകൾ നടക്കാറുണ്ട്. അതിന് ഇത്രയൊന്നും കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കാലത്തിനനുസരിച്ച് ഫണ്ടിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഗൗരവമേറിയ പ്രവൃത്തികൾ ഇവിടെ സ്ലാബ് ഇട്ടിട്ടില്ല, അവിടെ മദ്രസയുടെ മുമ്പിൽ ആ ഭാഗത്ത് ചേർത്ത് ചെയ്യുവാൻ വേണ്ടി അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ മനഃപൂർവ്വം നീട്ടാതെ ഒരു ഗൗരവമില്ലാതെ ഈ കാണുന്ന പ്രവൃത്തി നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഇവിടെ സ്ലാബ് ഇടുകയും അവിടെ ഒന്നിച്ച് കോൺക്രീറ്റ് ചെയ്യുകയും വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് രേഖാമൂലമുള്ള ഉറപ്പ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കണം. റോഡിൽ കുത്തിയിരുന്നതോടെ അരമണിക്കൂറോളം കോൺക്രീറ്റ് പ്രവൃത്തികളും തടസ്സപ്പെട്ടു. സംഭവമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവരും സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിച്ചതോടെ പ്രശ്നം അവസാനിപ്പിച്ചു. പള്ളിയിൽ പോകുന്നവർക്കും കാൽനടയാത്രക്കാർക്കും സൗകര്യം ഒരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമെന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. റോഡിന്റെ കാര്യത്തിൽ പള്ളിക്കാർക്കോ യാത്രക്കാർക്കോ പരാതിയില്ല എന്നും താൽക്കാലിക പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പുതിയ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് കാൽനടയാത്രയ്ക്കായി സൗകര്യം ഒരുക്കി നൽകുമെന്ന് പള്ളി ഭാരവാഹികളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ അവർക്കൊന്നും ഒരു പരാതിയുമില്ലാതെ തന്നെ രാവിലെ ചിലർ നടത്തിയ രാഷ്ട്രീയ നാടകം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പ്രസിഡന്റ് അനിത പറഞ്ഞു. എല്ലാ സൗകര്യവും ഒരുക്കി നൽകുമെന്ന് പള്ളി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയതാണ്. ഉറപ്പ് പാലിക്കപ്പെടുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ കോൺക്രീറ്റ് പ്രവൃത്തി നമ്മളിവിടെ കഴിഞ്ഞ് ഇതിന്റെ സൈഡിൽ തൽക്കാല സംവിധാനം എന്നുള്ള നിലയ്ക്ക് കോറി വേസ്റ്റ് ഇട്ട് നിരത്തുകയും തുടർന്ന് വരുന്ന നമുക്ക് പഞ്ചായത്തിന് റിവിഷൻ വരികയാണെങ്കിൽ അതിൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അവിടെ മറ്റു കോൺക്രീറ്റോ അല്ലെങ്കിൽ ഇന്റർലോക്കോ ചെയ്ത് നമുക്ക് ആ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന് നമ്മൾ ഇന്നലെ അവിടെ പറഞ്ഞതാണ്. എന്നാൽ ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇന്ന് ചില ആളുകൾ അവിടെ ഒരു പ്രതിഷേധവുമായിട്ട് എത്തുകയുണ്ടായി. എന്നാൽ ഈ പ്രതിഷേധം എന്നുള്ളത് വെറും രാഷ്ട്രീയവും വരാൻ പോകുന്ന ഇലക്ഷനും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. എന്തായാലും പള്ളിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ കാര്യം സംസാരിക്കുകയും എന്നാൽ ഇന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ അവരാരും ആ സ്ഥലത്ത് വരികയോ അതിനെതിരെ ഒരു പരാതിയോ പറഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊളപ്പുള്ളിയിൽ വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരനെ സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് ധരിപ്പിച്ച് വ്യാജ ടിക്കറ്റ് നൽകി ബൈക്കിലെത്തിയ യുവാവ് കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. വ്യാജ ടിക്കറ്റുകൾ നൽകി 3600 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും 350 രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി. ഷൊർണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന AK വിനോദ് കുമാറാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു തട്ടിപ്പ് നടന്നത്. 7 വർഷത്തോളമായി ടിക്കറ്റ് വിൽപ്പന നടത്തി ഉപജീവനമാർഗം നടത്തുന്ന 60-കാരനായ AK വിനോദ് കുമാറാണ് തട്ടിപ്പിന് ഇരയായത്. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം റോഡരികിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുകയായിരുന്നു വിനോദ് കുമാർ. മാസ്ക് ധരിച്ച് സ്കൂട്ടറിലെത്തിയയാൾ കയ്യിലുണ്ടായിരുന്ന ഭാഗ്യധാര ലോട്ടറിയുടെ ഒരു സെറ്റ് ടിക്കറ്റിന് സമ്മാനമുണ്ടെന്നും ടിക്കറ്റ് മാറ്റി പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. 12 ടിക്കറ്റുകൾ അടങ്ങിയ ഒരു സെറ്റ് ലോട്ടറി കാണിച്ച് 500 രൂപ സമ്മാനമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് സമ്മാനത്തുകയായ 6000 രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ 6000 രൂപ നൽകാൻ വിനോദിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഇതോടെ 4 ടിക്കറ്റുകൾ വിനോദ് കുമാർ വന്നയാൾക്ക് തിരിച്ചു നൽകി. ബാക്കിയുള്ള 8 ടിക്കറ്റുകളുടെ സമ്മാനത്തുകയ്ക്ക് പകരമായി 500 രൂപയുടെ 5 ഓണം ബമ്പറുകളും 2 സെറ്റ് സുവർണ കേരളം ടിക്കറ്റുകളും ഇതിനു പുറമെ 350 രൂപ പണമായും വിനോദ് കുമാർ നൽകി. പകരം കിട്ടിയ ടിക്കറ്റുകളുമായി വിനോദ് കുമാർ ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലായത്. സാറേ, കഴിഞ്ഞ 8-ാം തീയതി
ഞാനിങ്ങനെ ലോട്ടറി ആയിട്ട് വരുമ്പോൾ മെറ്റലിൻ്റെ അടുത്ത് ഒരാൾ വണ്ടി തിരിച്ചു വന്നിട്ട് 12 ടിക്കറ്റ് ആദ്യം തന്നു, 500 രൂപ ഉണ്ട് തന്നു. അവസാനം എൻ്റെ അടുത്ത് അത്രയും ടിക്കറ്റിന് കാശ് ബാക്കി ടിക്കറ്റ് കൊടുക്കാതിരുന്നു. 5 ബമ്പറും കൊടുത്ത് 2 സെറ്റും, ഇപ്പോൾ 3950 രൂപ നഷ്ടമായി. ടിക്കറ്റ് വ്യാജ ടിക്കറ്റ് തന്നിട്ട് വെട്ടി ഒട്ടിച്ച ടിക്കറ്റ്. അത് പിന്നെ ഞാൻ അറിയുന്ന ഒരാളടുത്ത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ CRSൽ രാജേട്ടുണ്ട്, CICൻ്റെ. ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയതായി വിനോദ് കുമാർ അറിയിച്ചു. അസുഖബാധിതരായ വിനോദ് കുമാറിൻ്റെയും ഭാര്യയുടെയും ഏക ഉപജീവന മാർഗമാണ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പന. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രംപിന്റെ നികുതി പരിഷ്കരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കീഴ്പ്പെട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ തരിപ്പണമാക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. തീരുവ നയത്തിനെതിരെ UDF അനുകൂല ട്രേഡ് യൂണിയനുകൾ പാലക്കാട് അഞ്ചുവിളക്കിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മോദിക്ക് ട്രംപ് കോടികൾ നൽകിയെന്ന വാർത്ത തീരുവ നയവുമായി ചേർത്ത് വായിക്കണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയാക്കി ഇന്ത്യയെ മാറ്റുകയാണ് പുതിയ തീരുവ നയത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തരം എന്തു ചെയ്യണമെന്നത് ഭാവിയിൽ അമേരിക്ക തീരുമാനിക്കും. അമേരിക്കയുടെ ഭീഷണിക്ക് വില കൽപ്പിക്കാത്ത ഇന്ദിരാഗാന്ധി ഭരിച്ച നാടാണ് ഇന്ത്യ. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത വോട്ടർ പട്ടിക വിവാദത്തിലും അമേരിക്കയുടെ പങ്ക് സംശയിക്കേണ്ടതുണ്ടെന്ന് എ തങ്കപ്പൻ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ബാധിക്കില്ല. നമുക്ക് മറ്റു രാജ്യങ്ങളുണ്ട്, പേടിക്കണ്ട, അതിലേക്ക് മുന്നോട്ട് പോകും. പക്ഷെ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് സംഭവിച്ചതറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഈ ട്രംപ് അധികാരത്തിൽ വരാൻ ഇന്നത്തെ ഗവൺമെന്റ്, ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് എല്ലാ അമ്പലങ്ങളിലും നാളികാരം ഉടച്ച് ട്രംപ് അധികാരത്തിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത്. അന്ന് രണ്ടാമത്തെ അദ്ദേഹത്തിന് അയോഗ്യനാക്കി പറയുമ്പോൾ ദുഃഖിച്ച ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ ആളുകൾ. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി ഇവിടെ ഞാൻ നേരത്തെ എല്ലാ അമ്പലങ്ങളും വഴിപാട് കൊടുത്തു. ജയിച്ചപ്പോൾ ആദ്യം സന്തോഷിച്ച ഒരു വ്യക്തി പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതുമാത്രമല്ല, നമ്മൾക്കറിയാം ഇന്ത്യയുടെ കാലാകാലങ്ങളായി വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച ഒരു രാജ്യമാണ്. തിരിച്ച് ഇന്ത്യയുടെ അന്തസ്സും അഭിമാനവും ട്രംപിനും അമേരിക്കയും പണയം വെച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളെ മിരട്ടി നിർത്താൻ അമേരിക്ക നോക്കുന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്, K വിജയരാഘവൻ, K അപ്പു, കളത്തിൽ കൃഷ്ണൻകുട്ടി, ജോഷി, അയ്യപ്പൻ, R നാരായണൻ, N മുരളീധരൻ, അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നതായിരുന്നു മുഖ്യ ആവശ്യം. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയൻ ഉന്നയിച്ചു. മാർച്ചിന് ശേഷം നടന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ച് ഇന്ന് രാജ്യത്തെ ഒരു പ്രബലമായ തൊഴിലാളി വിഭാഗമാണ്. വഴിയോര കച്ചവടക്കാർ എന്നൊരു വിഭാഗം തൊഴിലാളികൾ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നത് രാജ്യത്തെ മാറി മാറി അധികാരത്തിൽ വന്ന BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ആ ഗവൺമെന്റുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാന്യമായി ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലാത്ത ആളുകൾ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്, നിവൃത്തികളിന്റെ ഭാഗമായിട്ടാണ് തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റ് മാർഗങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ മാന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഈ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുക എന്നതാണ്.
ജില്ലാ കമ്മിറ്റി അംഗം APM റഷീദ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി IMA റസാഖ്, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV സന്തോഷ്, K അബുട്ടി, CITU ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 3-അംഗ കുടുംബം താമസിച്ചിരുന്ന വീടും വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. മണ്ണൂർ കോഴിച്ചുണ്ട സ്വദേശി ബാലകൃഷ്ണന്റെ വീടാണ് കത്തിനശിച്ചത്. സംഭവ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. സമീപവാസികളാണ് പുക ഉയരുന്നത് കണ്ട് ഓടിയെത്തി വീട്ടുടമകളെ വിവരമറിയിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി. അതിനിടെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. കട്ടിൽ, അലമാര, TV, തുന്നൽ മെഷീൻ, വസ്ത്രങ്ങൾ, ഫാനുകൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തിച്ചാമ്പലായി. അലമാരയിലെ ഫയലുകൾ, 3 പേരുടെയും വസ്ത്രങ്ങളും കിടക്കകളും പൂർണ്ണമായും കത്തിനശിച്ചു. ബാലകൃഷ്ണൻ, ഭാര്യ സുജ, മകൻ സുഭേഷ് എന്നിവരടങ്ങുന്ന കുടുംബമാണ് 10 വർഷമായി ഷീറ്റ് മേഞ്ഞ ഷെഡിൽ കഴിഞ്ഞുവരുന്നത്. അതൊക്കെയാണത് സംഭവിച്ചത്. ഇവിടെ ആരും പുറത്തേക്ക് പോയി വർക്കിന് പോയിട്ട് വരുന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അടുത്ത വീട്ടിലവരും അനിയൻ്റെ ഭാര്യ അവരെയൊക്കെ വിളിച്ച് പറയാൻ ചെയ്ത് വീട് കത്തണം. അപ്പോൾ പെട്ടെന്ന് എന്തോ ലൈറ്റ് വോൾട്ടേജ് പെട്ടെന്ന് കൂടും ചെയ്ത് ഡിമാവും ചെയ്ത് ആ സമയത്ത് സ്പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിൽ അങ്ങനെ കത്തിപ്പിടിച്ചു മീറ്ററിൽ. ചൊവ്വാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരും കൂലിപ്പണി ചെയ്താണ് കുടുംബം കഴിഞ്ഞുകൂടുന്നത്. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം VM അൻവർ സാദിഖ്, CPI ലോക്കൽ സെക്രട്ടറി N. തങ്കപ്പൻ, KSCB അധികൃതർ എന്നിവരടക്കം സ്ഥലത്തെത്തി. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അന്തിയുറങ്ങാൻ താൽക്കാലിക കിടപ്പാടം ഒരുക്കി നൽകുമെന്നും അതിലേക്കുള്ള വയറിംഗ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു 8-9 വർഷത്തോളമായി ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിക്കൊണ്ടാണ് താമസിക്കുന്നത്. രണ്ടുപേരും കൂലിപ്പണിയാണ്. അതായത് കണ്ണേട്ടനാണെങ്കിലും കൂലിപ്പണി, സുജയാണെങ്കിലും ഒരു കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതം തന്നെ ധൃതി പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇരിക്കാൻ പോലും ഒരു വീട് നിലവിലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വിഷമകരമായ കാര്യമാണ്. അതായത് ഗവൺമെൻറ് പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളത് ആ നിലയ്ക്ക് മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഇരിക്കുന്ന വീടും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ആ വീട്ടുകാർക്ക് എന്നുള്ളതല്ല, നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതായത് വീട് എന്ന് പറയുമ്പോൾ വീട്ടിൽ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നശിച്ചുപോയി. അതായത് അവർക്ക് ഇനി തുടർന്ന് ഉപയോഗിക്കണമെങ്കിൽ വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വസ്ത്രങ്ങൾ നമുക്ക് പിന്നീടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭിക്ഷാടനം നിരോധിച്ച രാജ്യത്ത് സർക്കാർ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കരാറുകാർക്ക് തുക ലഭിക്കാൻ യാചിക്കേണ്ട സ്ഥിതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. സർക്കാർ സിസ്റ്റം ടോട്ടലായി തകരാറിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ചെയ്യാത്ത പ്രവൃത്തിയുടെ കോടികൾ മുൻകൂർ കയ്യിൽ വയ്ക്കാൻ കഴിയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമാണ്. കയ്യിലെ പണം മുടക്കി പണികൾ ചെയ്തവർക്ക് ബില്ല് മാറി നൽകാതെ ആട്ടിയോടിക്കുകയാണ്. കരാർ ജോലിയിലെ സംസ്ഥാന വിഹിതം നൽകാത്തതുകൊണ്ട് കുടിവെള്ള പദ്ധതിയായ ജലജീവൻ മിഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചൂണ്ടിക്കാട്ടി. ഈ നിങ്ങൾ അറിയാത്തൊരു അസ്പർശ്യത നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെറുക്കപ്പെട്ട ആളാണ്, എന്തോ ഒരു ഡൂബിയസ് ഷെയ്ഡി. കോൺട്രാക്ടറെ പോയി MLA കോൺട്രാക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തോ സമൂഹത്തിൽ മോശപ്പെട്ട കാര്യമാണ് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആ മേഖല നിൽക്കുന്നുണ്ടെന്ന് തോന്നാത്തതെന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് ആ അസ്പർശ്യത എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. 2 മേഖലയിലുള്ള ആളുകളോടാണ് ആ ഒരു തല ബുദ്ധിമുട്ട്. ഒന്ന് കോൺട്രാക്ടർമാരോടും, 2 ഈ ബാർ ഉടമകളും. എന്നോട് ഈ ഇടയ്ക്ക് ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടൽ ബാർ നടത്തുന്ന ഒരാളോട് ചോദിച്ചു, ഞങ്ങൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ രാജ്യത്ത്? അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. നന്ദകുമാർ, രക്ഷാധികാരി KC ജോൺ, ഓർഗനൈസിംഗ് സെക്രട്ടറി ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് PE തങ്കച്ചൻ, സെക്രട്ടറി AV സച്ചിദാനന്ദൻ, ട്രഷറർ S. നിയാസുദ്ദീൻ, ആനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കരാർ മേഖലയിലെ അവ്യക്തമായ ഉത്തരവുകൾ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരേതനായ മെമ്പർ R. വിജയൻ്റെ കുടുംബത്തിന് വെൽഫെയർ സൊസൈറ്റിയുടെ ആനുകൂല്യം 10 ലക്ഷം രൂപയുടെ ചെക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചടങ്ങിൽ കൈമാറി. അംഗങ്ങളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം. ചെറുതുരുത്തിയിൽ വളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രകടനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്തു നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെൻട്രലിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രമായ ഇന്ത്യ രാജ്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എക്കാലവും ലോകത്തിന് തന്നെ മാതൃകയായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ പരിധിയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനമാണ് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനും ചെയ്തിട്ടുള്ളത്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ OU ബഷീർ, NS വർഗീസ്, KA ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സ്വാഗതവും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ ഉദയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ മാത്തൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KKS ജയഘോഷ്, KPCC അംഗം KI കുമാരി, PR പ്രസാദ്, ഇസ്മായിൽ പീരായിരി, പ്രസാദ് കിണാശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കലാവതി, മോഹനൻ കാഴ്ചപ്പറമ്പിൽ, ദേവദാസ് കണ്ണാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുളപ്പുള്ളിയിൽ പ്രകടനം നടത്തി. വോട്ടർ പട്ടിക തിരിമറിക്ക് കൂട്ടുനിന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടിക തിരിമറിക്കെതിരെ സമരം നടത്തിയ രാഹുൽ ഗാന്ധിയെയും ജനാധിപത്യ മഹാസഖ്യം നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. രാജ്യം ഇന്ന് വലിയ ഒരു അപകടത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുതാര്യവും സത്യസന്ധവുമായി ചെയ്യേണ്ട വോട്ടർ പട്ടിക, ഒരാളുടെ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണ്. ആ അവകാശത്തിൻ്റെ കുറുകെ കത്തിവെച്ചുകൊണ്ടാണ് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് എന്ന് ഇപ്പോൾ പുതിയ കാലങ്ങളിലൂടെ തെളിയിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, അങ്ങനെ മുന്നോട്ടിറങ്ങുന്ന രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനടക്കം ഉള്ള നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം മാത്രമാണ്. പ്രകടനത്തിന് നേതാക്കളായ TK ബഷീർ, TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ മാസ്റ്റർ, പാലൊളി ഹുസൈൻ, മുരളി മാസ്റ്റർ, കൃഷ്ണദാസ്, ദാസ് ശങ്കർ, A ഉണ്ണികൃഷ്ണൻ, VP രാധാകൃഷ്ണൻ, ഷീജ, ലീല കണയം, VG ശ്രീനിവാസൻ, താഹിർ അനങ്ങനടി, ശിവദാസ് കല്ലിപ്പാടം, PR പ്രവീൺ, സുശീൽ കുമാർ, അജിത് മാസ്റ്റർ, അബൂബക്കർ, വിൻസെൻ്റ്, വിനോദ് കല്ലായി, R സുരേഷ് ബാബു, PK വേണുഗോപാൽ, ഹരി, രഞ്ജിത്ത്, അലി, രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. കൃത്രിമമായിട്ട് വോട്ടർമാരെ സൃഷ്ടിച്ച് കള്ളവോട്ട് നേടി അധികാരത്തിൽ വരേണ്ട യാതൊരു തരത്തിലുള്ള ഗതികേടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ ഭരണത്തിലിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2019 നടന്ന സമയത്ത് നമ്മുടെ ഈ പാലക്കാട് മണ്ഡലത്തിനകത്ത് തന്നെ നമുക്കൊക്കെ ഓരോ ഉത്തരവാദപ്പെട്ട മണ്ഡലങ്ങളിലും ബ്ലോക്കുകളിലും ഒക്കെ ചാർജ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ബൂത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോട്ടർ, അപ്പുറത്തെ ബൂത്തിൽ ചിരിക്കാത്ത അതേ വോട്ടറുടെ ഫോട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ വ്യാപകമായി വോട്ട് തട്ടിപ്പും വോട്ട്
വോട്ട് ഇരട്ടിപ്പും അതുപോലെ തന്നെ കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകളൊക്കെ അതിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തുമൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഭരിക്കുന്ന ഭരണവർഗം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാങ്കൂർശിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മങ്കര വെള്ള റോഡിൽ സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ അധ്യക്ഷത വഹിച്ചു. മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ അച്യുതൻകുട്ടി, മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കെ അശുജിത്ത്, പറളി മണ്ഡലം പ്രസിഡന്റ് എം ആർ ഗുരുവായൂരപ്പൻ, കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ടി പങ്കജാക്ഷൻ, പി വി ജയരാജൻ, കെ എം രമേശ്, എച്ച് അബ്ദുള്ള, കെ സി സന്തോഷ്, ബ്ലോക്ക് അംഗം ജിത്തു, ബോബൻ, കെ എസ് സലീം, യു അനിൽകുമാർ, സക്കറിയ മണ്ണൂർ, അബൂബക്കർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പതിരിപ്പാല. ഇടതു സർക്കാർ ഒരു ഗഡു DA പോലും അനുവദിക്കാതെ KSRTC ജീവനക്കാരെ വഞ്ചിച്ചെന്ന് KST എംപ്ലോയീസ് സംഘ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എംപ്ലോയീസ് സംഘം നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി PK ബൈജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യ നിഷേധം അനുഭവിക്കുന്ന തൊഴിലാളി സമൂഹമാണ് KSRTCയിലേതെന്നും PK ബിജു പറഞ്ഞു. ഇടതും വലതും മാറി മാറി ഭരിച്ച KSRTCയെ നയവൈകല്യങ്ങളും അഴിമതിയും കൊണ്ട് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് കോടികൾ നഷ്ടപ്പെടുത്തിയ NPS പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കുക, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രമോഷൻ അനുവദിക്കുക, ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന ഗ്യാരണ്ടി പുനഃസ്ഥാപിക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 20-ന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. അതിബഹുലമായ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും KST എംപ്ലോയീസ് സംഘം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ ഡിപ്പോകളിലും KST എംപ്ലോയീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ദിവസങ്ങളായിട്ട് പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സർക്കാർ ഭരണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു സമരമല്ല. അതല്ലെങ്കിൽ ഇത്രയധികം തൊഴിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ഇത്തരത്തിലൊരു സർക്കാർ എന്തിനാണ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്ന് പല പ്രാവശ്യം മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ലജ്ജയില്ലാതെ ഇപ്പോഴും ഭരണം തുടരുന്ന ഇടതുപക്ഷ സർക്കാരിന് മുമ്പിൽ അത്തരം ന്യായങ്ങളൊന്നും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല ഈ പ്രതിഷേധ പരിപാടി KST എംപ്ലോയീസ് സംഘം സംഘടിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ P പ്രമോദ്, C ശശാങ്കൻ, PR മഹേഷ്, K കണ്ണൻ, AL മധു, V വിജയൻ, V കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് സുബ്രഹ്മണ്യൻ, PC ഷാജി, ശ്രീശൻ, M മുരുകേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ K പ്രേംകുമാർ MLA നിർവഹിച്ചു. K പ്രേംകുമാർ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് വിദ്യാലയങ്ങളിലേക്ക് പുസ്തകങ്ങൾ നൽകിയത്. മണ്ഡലത്തിലെ 35 പൊതുവിദ്യാലയങ്ങൾക്കാണ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിയത്. വിതരണോദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ K പ്രേംകുമാർ MLA നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ ഗ്രന്ഥശാലകൾക്ക്, വായനശാലകൾക്ക് പുസ്തകം കൊടുക്കുന്നതിനാണ്. നമുക്കറിയാം, മണ്ഡലത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ഒരു 5 താലൂക്ക് എടുത്താൽ അതൊരു താലൂക്ക് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കാണ്. മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി ഒരു മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തും ഒറ്റപ്പാലം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒറ്റപ്പാലം താലൂക്കിലാണെങ്കിൽ താലൂക്കിന് ലൈബ്രറി കൗൺസിലിന് സ്വന്തമായിട്ട് ആസ്ഥാനമുണ്ട്. ജില്ലാ ലൈബ്രറി കൗൺസിലിന് സ്വന്തമായിട്ട് ആസ്ഥാനമില്ല. നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് സ്വന്തമായിട്ട് ആസ്ഥാനമുണ്ട് വീട്ടാമ്പാറയിൽ. അപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ ആദ്യത്തെ വർഷം 10,000 രൂപ വെച്ച് 30 ലൈബ്രറികൾക്ക് നമ്മൾ പുസ്തകം കൊടുത്തു. രണ്ടാമത്തെ വർഷം വീണ്ടും 30 ലൈബ്രറികൾക്ക് പുസ്തകം കൊടുത്തു. അങ്ങനെ 60 ലൈബ്രറികൾക്ക് നമ്മൾ പുസ്തകം കൊടുക്കുകയുണ്ടായി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഹെഡ് ക്ലർക്ക് AS പ്രമോദ്, പ്രദീപ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഷൊർണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിൽ നടന്നു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് യഥാർത്ഥത്തിൽ തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ പല നിലയിൽ
വെല്ലുവിളിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവരുടെ എല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. മനുഷ്യന് ജീവിക്കാൻ വേണ്ട ഏറ്റവും എല്ലാ ജീവികൾക്കും ഭക്ഷണം വേണം, മനുഷ്യനും ഭക്ഷണം വേണം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ഓരോ 1.5 മണിക്കൂറിലും ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കേട്ടോ. പട്ടിണി കിടന്ന് വയറൊട്ടി ഏറ്റവും ദാരുണമായിട്ടുള്ള മരണമാണ് പട്ടിണി മരണം എന്ന് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് TS പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. SCFWA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. KSSPU ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, CGPA സംസ്ഥാന ട്രഷറർ K ശശിധരൻ, ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ K രേണുകാദേവി, ജില്ലാ സെക്രട്ടറി MA പൊന്മല, ട്രഷറർ VA രാജൻ, ജോയിന്റ് സെക്രട്ടറി K ചന്ദ്രൻ മുണ്ടായ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊഫസർ KP ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു. വയോജന കമ്മീഷൻ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണനെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചേലക്കര യൂണിറ്റിന്റെയും പഴയന്നൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വാർഷികാഘോഷവും ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കുടുംബസംഗമം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. 15 രാവിലെ 9 മണിക്ക് ചേലക്കര SMT സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്. തുടർന്ന് തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിമുക്ത ഭടഭവന്റെ വാർഷികം MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചേലക്കര യൂണിറ്റ് കുടുംബസംഗമം MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി മുഴുവൻ വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികളായ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, TP മനോജ് കുമാർ, ഉഷ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. എല്ലാവിധ സൈനികർക്കും അവരുടെ കുടുംബത്തിനും ഒരു ആശാദീപമായി അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാന സ്തംഭമായിട്ട് കാണിക്കുന്നതിനും പൊതുസമൂഹത്തിന് കാണുന്നതിനും അതിനെ സാദരം പ്രണമിക്കുന്നതിനുള്ളൊരു അവസരമായിക്കൊണ്ട് ചേലക്കര യൂണിറ്റുകാരെ മുൻകൈയെടുത്തുകൊണ്ട് ശ്രീ മനോജ് തോട്ടത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഭവ്യമായ ഒരു അമർ ജവാൻ സ്തൂപം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കൂടി അന്നേ ദിവസം രാവിലെ ഉണ്ടായിരിക്കും. ഈ സ്തൂപത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനംകുറിശി റെയിൽവേ ലെവൽ ക്രോസ് പരിസരത്ത് യാത്രക്കാരെ ഭീതിയിലാക്കി കാട്ടുപന്നിയുടെ പരാക്രമം. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് സംഭവം. വാടാനംകുറിശി ROB അപ്രോച്ച് റോഡ് വഴി ബസ് ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിനാൽ യാത്രക്കാർ കാൽനടയായാണ് ഇരുഭാഗത്തും എത്തുന്നത്. ഇതിനാൽ ഈ പ്രദേശത്ത് യാത്രക്കാരുടെ തിരക്കുണ്ട്. ഇതിനിടയിലാണ് കാട്ടുപന്നി എത്തി യാത്രക്കാരെയും പ്രദേശവാസികളെയും പേടിപ്പിച്ചത്. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടന്നു. ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രം വെളിച്ചപ്പാട് രവീന്ദ്രന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷ ചടങ്ങുകൾ നടന്നത്. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സുഹൃത ഹോമവും ഭഗവത് സേവയും മൃത്യുഞ്ജയ ഹോമവും നടന്നു. ആനയൂട്ടിന് ശേഷം ഔഷധ സേവയും ഔഷധകഞ്ഞി വിതരണവുമുണ്ടായി. ക്ഷേത്രം മഠാധിപതി സതീഷ് സ്വാമി, രവിസ്വാമി, കൃഷ്ണകുമാർ, സജീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഗുരുതി പൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും മുട്ടറത്ത് ഫലം പറയൽ എന്നിവയും നടക്കും. കൂടാതെ രാവിലെ 11 മണി മുതൽ രാശി ചിന്തനയും എല്ലാവിധ പരിഹാര പൂജകളും ക്ഷേത്രത്തിൽ നടത്തിവരുന്നുണ്ട്. നമ്മുടെ ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരത്തിലെ കർക്കിടമാസ രാമായണമാസ ആചരണമായിട്ട് ഇന്ന് ആഗസ്റ്റ് 13-ാം തീയതി കർക്കിടകം 28 നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് മൃത്യുഞ്ജയ ഹോമം, സുഹൃത ഹോമം, വൈകിട്ട് ഭഗവത് സേവ, ഔഷധസേവ, ഔഷധക്കഞ്ഞി എന്നിവയൊക്കെ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ കർക്കിടമാസാചരണമായിട്ട് ഭക്തജനങ്ങൾക്കും ഈ നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നടത്തി വരികയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ സമാപനത്തോടനുബന്ധിച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടക്കും. ഓഗസ്റ്റ് 15 നടക്കുന്ന ചടങ്ങുകളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് കേരളത്തിൽ അറിയിച്ചു. രാമായണ മാസാചരണ സമാപനത്തോടനുബന്ധിച്ച് പാലപ്പുറം ചിനക്കത്തൂർക്കാവിൽ 2 ദിവസത്തെ വിശേഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 15 രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും തുടർന്ന് പാണ്ടിമേളവും രാവിലെ 10 11 ആനകളെ പങ്കെടുപ്പിച്ച് ആനയൂട്ടും നടക്കും. വ്യാഴാഴ്ച വൈകുന്നേരം 6 വിളക്കുവെപ്പ്, തുടർന്ന് മെഗാ തിരുവാതിരക്കളി, പാലപ്പുറം നാരായണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം എന്നിവയുമുണ്ടാകും. വെള്ളുവനാടിൻ്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചിനക്കത്തൂർ ക്ഷേത്രം കൊല്ലം തോറും നടത്തി വരാനുള്ള ആനയൂട്ട് ഈ വർഷവും അതിഗംഭീരമായിട്ട് നടത്തപ്പെടുകയാണ്. 2 ദിവസങ്ങളിലായിട്ട് ആഗസ്റ്റ് 14, 15 തീയതികളിലാണ് നടത്തുന്നത്. ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 11 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ആനയൂട്ട് നടത്തപ്പെടുന്നത്. 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സോപാന സംഗീതം, താര പ്രവീൺ നയിക്കുന്ന സോപാന സംഗീതം 5 മണിക്കും, 5:30 മെഗാ തിരുവാതിരക്കളി, കലാക്ഷേത്ര നൃത്ത കലാലയ കാഞ്ഞിരക്കടവ് അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളിയും, അതിനുശേഷം 6 മണിക്ക് പന്തലിൽ വിളക്ക് വെപ്പുമാണ് നടത്തുന്നത്. 6:30 പാലപ്പുറം മണി നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം, അതാണ് 14-ാം തീയതി നടക്കുന്നത്. 15-ാം തീയതി രാവിലെ 5 മണിക്ക് പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആനയെ നടയിരുത്തിക്കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമം, അതിനുശേഷം 8 മണിക്ക് മീറ്റ്ന രാമകൃഷ്ണൻ നേതൃത്വം നൽകുന്ന പാണ്ടിമേളം, 10 മണിക്ക് ആനയൂട്ടും നടക്കുന്നു. കമ്മിറ്റി പ്രസിഡന്റ് AR രാജേഷ്, സെക്രട്ടറി K ഹരിദാസ്, ട്രഷറർ M സുഭാഷ്, വൈസ് പ്രസിഡന്റ് CK അശോക് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി. വന്യമൃഗങ്ങൾ മനുഷ്യജീവിതത്തിന് വെല്ലുവിളിയാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കൽപ്പിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായി എന്തു ചെയ്യാനാകും? നാട്ടിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. നമസ്കാരം. ഈ മാറ്റൊലിയിൽ പറഞ്ഞ പോലെ തന്നെ വന്യമൃഗ ശല്യങ്ങൾ ഈ നാട്ടിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഉണ്ടാവുന്നില്ല. ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ നാമമാത്രമായി ചെറിയ ഇടപെടലുകൾ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് തീർത്തും ശരിയല്ല. കാരണം ഒരു മനുഷ്യജീവനെ വില കൽപ്പിക്കേണ്ട ഗവൺമെൻറ് മൃഗങ്ങളെ പരിരക്ഷിക്കുന്ന ആ പരിഗണന പോലും മനുഷ്യജീവനുകൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് വളരെയധികം വേദനാജനകമാകുന്ന ഒരു സാഹചര്യം. വന്യമൃഗ ആക്രമണം വളരെയധികം ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ കല്ലടിക്കോടൻ മേഖലകളിൽ, അതുപോലെ തന്നെ കഞ്ചിക്കോട് മേഖലകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജീവന് ഇപ്പോൾ പ്രയാസമുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ കൃഷി ഉപജീവനമാക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരു തരത്തിലും കൃഷി ചെയ്യാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിൽ ഒരു ചേനയോ ചേമ്പോ പോലും നമുക്ക് നട്ടുപിടിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പന്നിയുടെ ശല്യം രൂക്ഷമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, മയിലിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. കാരണം ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് കേരളം മാറുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും വിഷമടിച്ച പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. ശുദ്ധമായ ഒരു പച്ചക്കറിയോ ഒരു ഉൽപ്പന്നമോ നമുക്ക് സ്വന്തമായി കൃഷി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ വന്യമൃഗങ്ങളെ കൊണ്ടുണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിൽ
സർക്കാരിനേക്കാൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ജനങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. ഇതിനെ നിയന്ത്രിക്കണമെച്ചാൽ തീർച്ചയായും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വിചാരിക്കണം. കേന്ദ്ര സർക്കാർ മുഖ്യ പങ്ക് വഹിച്ചെങ്കിൽ മാത്രമേ ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ. സംസ്ഥാന സർക്കാരോ പഞ്ചായത്തോ പ്രാദേശിക തലത്തിലുള്ള ഗവൺമെൻറ്റുകളോ വിചാരിച്ചതുകൊണ്ട് അതിന് മുടന്തൻ വാദങ്ങളുമായി മൂളുന്ന നിയമങ്ങൾ കോടതി ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. താഴെക്കടയിലുള്ള ഗവൺമെൻറ്റുകൾക്ക് കഴിയില്ല. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായും ഈ വന്യമൃഗ സംരക്ഷണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനും രക്ഷിക്കാനും കഴിയും. ഒന്ന് പന്നി, പിന്നെ മയിൽ, അതൊക്കെ ദേശീയ പക്ഷികളും മറ്റ് നിരവധി ഗുണങ്ങളുള്ള മൃഗങ്ങളാണെച്ചാലും ആന, കരടി, പുലി ഇതെല്ലാം കാട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരവസ്ഥ വന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് ചേക്കേറി കാട്ടിലേക്ക് പോയി കാട്ടിൽ കൃഷി വ്യാപകമായ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളും അവർക്ക് കിട്ടുന്ന വെള്ളവും ഇല്ലാതാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ട് ക്രമക്കേട് വിവാദത്തിൽ മൗനം തുടർന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട്. CPM ഓഫീസ് മാർച്ചിനിടെയുണ്ടായ കല്ലേറിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിനു നേരെയുണ്ടായ CPM ആക്രമണത്തെ അപലപിച്ച് ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. വോട്ട് കൊള്ള തെളിയിക്കാൻ വെല്ലുവിളിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരള പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജനസൗഹൃദപരമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റപ്പാലത്തും ചിറ്റൂരിലും പുതിയ പോലീസ് ക്വാർട്ടേഴ്സുകൾ, കൊപ്പത്ത് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഭിക്ഷാടനം നിരോധിച്ച രാജ്യത്ത് സർക്കാർ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കരാറുകാർക്ക് തുക ലഭിക്കാൻ യാചിക്കേണ്ട സ്ഥിതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചെയ്യാത്ത പ്രവൃത്തിയുടെ കോടികൾ മുൻകൂറായി കയ്യിൽ വയ്ക്കാൻ കഴിയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം. പാലക്കാട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ താലൂക്ക് വാർഷിക പൊതുയോഗം. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ട്രംപിന്റെ നികുതി പരിഷ്കരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കീഴ്പ്പെട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ തരിപ്പണമാക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായി ഇന്ത്യയെ മാറ്റാനാണ് ട്രംപിന്റെ ശ്രമമെന്നും A. തങ്കപ്പൻ. കേന്ദ്ര തീരുവ നയത്തിനെതിരെ പാലക്കാട്ട് UDF അനുകൂല ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ ധർണ. മണൂർ പള്ളിപ്പടി കിഴക്കുംപുറം പള്ളിത്തറ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന ആക്ഷേപം. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.